അധ്യക്ഷൻ ശ്രീ CP മാത്യു, ബഹുമാന്യനായ KPCCയുടെ മുൻ ഉപാധ്യക്ഷനും മുൻ MLAയുമായ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് തലൈവർ ശ്രീ AK മണിയണ്ണൻ, ബഹുമാന്യനായ മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട നേതാവ് ശ്രീ റോയ് കെ പൗലോസ്, പ്രിയപ്പെട്ട മൂന്നാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ S വിജയകുമാർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീ G മുനിയാണ്ടിയണ്ണൻ, ബഹുമാനപ്പെട്ട മറ്റ് നേതാക്കന്മാർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, മറ്റ് നേതാക്കളെ, സഹപ്രവർത്തകരെ, ഇവിടെ ഈ ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരും സഹപ്രവർത്തകരും എത്തിയിട്ടുള്ളതിന്റെ ഉദ്ദേശ ലക്ഷ്യത്തെ സംബന്ധിച്ച്, ഈ ധർണാ സമരത്തിന്റെ മുദ്രാവാക്യത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും കന്നിമലയിൽ ഇന്നലെ ഒരു ദാരുണ സംഭവം ഉണ്ടായപ്പോൾ ഈ നാട് ആ പ്രശ്നത്തിൽ വളരെയധികം വേദനിക്കുകയും ആ കുടുംബത്തോട് എല്ലാ നിലയിലും സങ്കടം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി മുതൽ ആ കുടുംബത്തോടൊപ്പമായിരുന്നു പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരും. ഇന്നിപ്പോൾ മൂന്നാർ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും പ്രിയപ്പെട്ട ശ്രീ സുരേഷിന്റെ മൃതദേഹവുമായി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി അടിമാലി ആശുപത്രിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ആ കുടുംബത്തിന് വേണ്ടി 10 ലക്ഷം രൂപ ധനസഹായം സർക്കാർ അനുവദിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇവിടെ ഇന്നിപ്പോൾ സുരേഷ് കുമാറാണ് എങ്കിൽ നാളെ ഇനി മറ്റൊരാൾ എന്നുള്ള ആ ആശങ്ക നിലനിൽക്കുകയാണ്. അതിന് പരിഹാരം ഏർപ്പെടുത്തേണ്ടത് സർക്കാർ മാത്രമാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ അസന്നിഗ്ധമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നാട് ഭരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സർക്കാരിന്റെ വീഴ്ചയാണ്. ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വീഴ്ചയാണ്. അതുകൊണ്ട് ആ പരിപാടി അങ്ങ് തിരുത്തണം എന്ന് ആദ്യമേ തന്നെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇത് സർക്കാരിന്റെ വീഴ്ചയാണ്. ഇവിടെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഉത്തരവാദി ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് എന്ന് അസന്നിഗ്ധമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാതെ പിന്നെ ആരെയാണ്? ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകാർ ഇപ്പോ ഞങ്ങൾ നടത്തിയ ചർച്ചയിൽ പറഞ്ഞ എന്താ? ഞങ്ങൾക്ക് വാഹനം വാങ്ങിക്കാൻ MP ഫണ്ടിൽ നിന്നും പൈസ തരണമെന്ന് എന്നോട്. എന്താ സ്ഥിതി? ഒരു വാഹനം വാങ്ങിക്കാൻ MP ഫണ്ടിൽ നിന്നും പൈസ തരണമെന്ന് എന്നോട് പറഞ്ഞതിനകത്ത് തെറ്റൊന്നുമില്ല. ആ ഉദ്യോഗസ്ഥന്മാര് ചിലപ്പോ സദുദ്ദേശത്തോടു കൂടി പറഞ്ഞതായിരിക്കും. പക്ഷേ ആ വാഹനം ഉറപ്പുവരുത്തേണ്ടത് ആരാ? ആ വാഹനം കൊടുക്കേണ്ടത് ഗവൺമെന്റ് അല്ലേ? അല്ലാതെ ഗവൺമെന്റ് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതിന്റെ പേരിലല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ ജോലി ഇപ്പോ ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചല്ലോ. മൃഗസംരക്ഷണ വകുപ്പിന്റെ ചുമതലക്കാരനായി ശ്രീമാൻ AK ശശീന്ദ്രൻ മാറിയെന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ വനം വകുപ്പ് കാണിക്കുന്നതായ ശുദ്ധ തോന്നിയവാസങ്ങളും മനുഷ്യരുടെ മേലെയുള്ള കടന്നുകയറ്റവും മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ നടത്തുന്നതായിട്ടുള്ള എല്ലാത്തരം കുലിസിതമായ പ്രവർത്തനങ്ങളെയും തമസ്കരിച്ചുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. പക്ഷേ ഈ വനം വകുപ്പിനെ കയറൂരി വിടുന്നതിന്റെ ഉത്തരവാദിത്തം ഈ ഇടതുപക്ഷ ഗവൺമെന്റിനാണ് എന്ന് അസന്നിഗ്ധമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതല്ലാതെ മറ്റാരെയുമല്ല ഇവിടെ പഴി പറയേണ്ടത്. ഇവിടെ കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ 2 മനുഷ്യജീവനുകൾ പൊലിഞ്ഞു വീണ ഈ മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ തെന്മലയിൽ ദാരുണമായ സംഭവം ഉണ്ടായി. എന്തായിരുന്നു തീരുമാനം? സ്പെഷ്യൽ RRT ഉടനെ തന്നെ നിയോഗിക്കാൻ പോകുന്നു. ആര് പറഞ്ഞതാ? ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനമായിരുന്നു. എവിടെ ഈ സ്പെഷ്യൽ RRT? ഈ ഉദ്യോഗസ്ഥന്മാരുടെ ജോലി എന്താ? ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെയുള്ള പ്രശ്നകാരികളായ ആനകളെ പിടിച്ചുകെട്ടാനും അതിനെ നാടുകടത്താനും അവർക്ക് മറ്റാരോടും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ റിപ്പോർട്ട് നൽകിയാൽ മാത്രം മതി. അവർ നൽകുന്ന റിപ്പോർട്ടിനനുസരിച്ച് സർക്കാർ തീരുമാനമെടുക്കേണ്ടതാണ്. ഇവിടെ റിപ്പോർട്ടുമില്ല, തീരുമാനവുമില്ല. ജനങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള ആ ജീവിതം ഇന്ന് തകരാറിലാകുന്ന അല്ലെങ്കിൽ തടസ്സപ്പെടുന്ന ദുസ്സഹമാകുന്ന ഒരു പശ്ചാത്തലമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു.
ഇവിടെ റിപ്പോർട്ടുമില്ല, തീരുമാനവുമില്ല, ഉദ്യോഗസ്ഥന്മാർക്ക് സഞ്ചരിക്കാൻ വാഹനങ്ങളുമില്ല, ആയുധങ്ങളില്ല. ഇവിടെ പടയപ്പയും അതുപോലെ മറ്റ് പ്രശ്നകാരികളായ ആനകളും ഈ നാട് ഭരിക്കുന്ന ഒരു സ്ഥിതിയിലായി മാറിയിരിക്കുന്നു. ഇവിടെ പടയപ്പയെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ. ഇന്ന് പടയപ്പയുടെ പേര് മാറ്റി ഈ സർക്കാരിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. വനം വകുപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറാണ് ഈ പടയപ്പ. ഈ പടയപ്പയെ സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ വനം വകുപ്പോട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഇവര് പറയുമ്പോ 100 നാവാ. പടയപ്പ പ്രശ്നകാരിയല്ല. പടയപ്പ ഒരു പാവമാണ്. എന്ത് പാവം? ഇങ്ങനെ ഒരു കാട്ടുമൃഗത്തെ ഈ നാട്ടിൽ കൂടെ തുറന്നു വിട്ടിട്ട് ഈ നാട് മുഴുവൻ പടയപ്പ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് കണ്ണി കാണുന്നവന്റെ എന്താ പറയാ ചവിട്ടി ഒതുക്കി, അല്ലെങ്കിൽ വാഹനങ്ങൾ തകർത്ത്, വീട് തകർത്ത്, എല്ലാ നിലയിലും വിനാശം വിതച്ച് കടന്നു പോകുന്ന ഈ കാട്ടുമൃഗത്തെ പിടിച്ചു കെട്ടേണ്ട വനം വകുപ്പ് സ്വന്തം ബ്രാൻഡ് അംബാസഡറായി പ്രഖ്യാപിച്ചിരിക്കുന്ന ദുസ്ഥിതിയാണ് മൂന്നാറിലുള്ളത്. ഇത് അനുവദിക്കാൻ പാടുന്ന വിഷയമല്ല. അതുകൊണ്ട് അരിക്കൊമ്പൻ വിഷയത്തിൽ സർക്കാർ എന്ത് തീരുമാനമെടുത്തോ ആ തീരുമാനമാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നത്. ഈ ആനയെ പിടിച്ചു കെട്ടണം. ഇവിടെ 10 ലക്ഷം രൂപ ഓരോ മാസവും ഓരോ മനുഷ്യജീവനുകൾ പൊലിഞ്ഞു വീഴുമ്പോൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ട ഒരു ബാധ്യത മാത്രമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞ് കൈ കഴുകാൻ ഈ ഗവൺമെന്റിനെ ഞങ്ങൾ അനുവദിക്കത്തില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നഷ്ടപരിഹാരമൊക്കെ 10 ലക്ഷം രൂപ കൊടുത്ത് അങ്ങനെ ചിലവെഴുതി കണക്കെഴുതി കടന്നു പോകാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും വകുപ്പ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും തുനിഞ്ഞിറങ്ങുന്നത് കണ്ട് കയ്യും കെട്ടി കാതടച്ച് കാത്തിരിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർക്കാകില്ല. അത് ശരിയല്ല. ധാർമ്മികമായി നമ്മൾ അതിനെ എതിർക്കണം. തീർച്ചയായും അങ്ങ് ശാന്തമ്പാറയിൽ ചിന്നക്കനാലിൽ ഒരു സഹോദരിയുടെയും ഒരു സഹോദരന്റെയും ജീവനുകൾ കഴിഞ്ഞ മാസം നഷ്ടപ്പെട്ടു. ഇതിപ്പോ 4ാമത്തേതാണ് ഈ ഒറ്റ മാസം, അല്ല ഈ വർഷം 2024. വയനാട്ടിൽ ദാരുണമായ പല സംഭവങ്ങളും ഉണ്ടായി. നമ്മൾ അതിൽ വിഷമിച്ചവരാണ്, വേദനിച്ചവരാണ്. പക്ഷെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് അതുപോലെ തന്നെ അതിനേക്കാൾ ഭീകരമായ ദൃശ്യങ്ങൾ കാണുന്ന ജനിച്ചു വീണ കുട്ടികൾ, ഈ നാട്ടിൽ ജനിച്ചു വളരുന്ന കുട്ടികൾ, ഇവർക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. ഇന്നലെ ഹൈസ്കൂളിലെ വാർഷികമായിരുന്നു. ആ വാർഷികം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോഴാണ് ഈ പ്രശ്നമുണ്ടായത്. അങ്ങനെ രാത്രിയിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിൽ പോയപ്പോൾ വഴിയിൽ വെച്ചുണ്ടായ ആക്രമണമാണ്. ആരാണ് ഇവിടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ളത്? ഇപ്പോ ഒത്തുതീർപ്പ് ചർച്ചയിൽ 24 മണിക്കൂറും ഒബ്സർവേഷൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉറപ്പു നൽകുന്നു. ഇതൊരു ആദ്യത്തെ തീരുമാനമാണോ? അല്ല. എത്രയോ മാസങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പുള്ള ഡിപ്പാർട്ട്മെന്റ് തീരുമാനമാണ് 24 മണിക്കൂർ ഒബ്സർവേഷൻ എന്നുള്ളത്, അതുപോലെ മെസ്സേജ് അലർട്ട് കൊടുക്കുക എന്നുള്ളത്. ഇവിടെ ഒരു മെസ്സേജും ഇല്ല, ഒരു അലർട്ടും ഇല്ല. ഇവിടെ ഒന്നും അറിയുന്നുമില്ല, കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഇതാണ് സ്ഥിതി. ഇവിടെ രാവിലെ 8 മണിക്ക് ഫോറസ്റ്റ് വാച്ചർമാർ സഞ്ചരിച്ച് അവർ കാണുന്ന ആനകളുടെ പേരിൽ അല്ലെങ്കിൽ മൃഗങ്ങളുടെ പേരിൽ മെസ്സേജ് അയച്ച് ആളുകൾക്ക് എന്തെങ്കിലും മുന്നറിയിപ്പ് കൊടുക്കുമെന്നുള്ളതായിരുന്നു സ്ഥിതിയെങ്കിൽ ഇന്നിപ്പോ ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല. രാത്രികാലങ്ങളിൽ യാതൊരു മെസ്സേജുമില്ല. 24 മണിക്കൂറും ഒബ്സർവേഷൻ എന്നുള്ള സർക്കാരിന്റെ തീരുമാനം ഇവിടെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോ ഈ നിലയിൽ നിസ്സംഗത പാലിക്കുന്ന, അനംഭാവം കാണിക്കുന്ന ഡിപ്പാർട്ട്മെന്റും വനം വകുപ്പും ഗവൺമെന്റും, ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭമാണ് നമ്മൾ ഇവിടെ ആരംഭിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, ഇത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയല്ല, മറിച്ച് ഈ ഗവൺമെന്റിന്റെ വീഴ്ചയാണ്. ഈ ഗവൺമെന്റ് ഈ നാടിനോട് കാണിക്കുന്ന കൊടും ക്രൂരതയാണ്. ഈ നാടിനോട് കാണിക്കുന്ന ചിറ്റമ്മ നയമാണ്. ഈ നാടിനോട് കാണിക്കുന്ന പാവപ്പെട്ട തോട്ടം തൊഴിലാളികളോട്, സാധാരണക്കാരോട് കാണിക്കുന്ന അവഗണനയാണ്. ഈ നാടിനോട് കാണിക്കുന്ന കൊടും ക്രൂരതയാണ് എന്ന് ഞാൻ ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ഇവിടെ എല്ലാം മറന്ന് ഒത്തുചേരേണ്ട സാഹചര്യമാണ്. ഇതിൽ രാഷ്ട്രീയമൊന്നും ഞങ്ങൾ മറ്റൊരു രീതിയിൽ കാണുന്നില്ല. ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായ രാഷ്ട്രീയത്തെ മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. തീർച്ചയായും ഗവൺമെന്റിന് പറ്റിയ ഈ പാളിച്ച അത് തിരുത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രക്ഷോഭമാണ് ഇവിടെ ആരംഭിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ സംഘടിച്ചിരിക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്.